ഈ ഈ ആദ്യമായിട്ട് ഇതൊരു ഷെഡായിരുന്നു, എന്തോ കാര്യത്തിന് പിന്നെ ഒരു അവഗണനയിൽ കിടന്നൊരു ഷെഡായിരുന്നു. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മുഴുവൻ ഓർമ്മയില്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആരൊക്കെയായിരുന്നു അത്, ശ്രീ രവിയെ പോയി കണ്ടു. ഇതിങ്ങനെ ഒരു എക്സിബിഷൻ വേണ്ടി കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ ബാക്കിയെല്ലാം അദ്ദേഹം ചെയ്തത് ഉടനെ തന്നെ ഇതെല്ലാം വൃത്തിയാക്കി ശരിയാക്കി, ഇതിൽ ഫ്ലോറ് എയർ കണ്ടീഷനിങ് ഇതെല്ലാം ചെയ്തു. നമുക്ക് വിചാരിക്കാനൊക്കെയല്ല ഇങ്ങനെ ഒരു വ്യക്തി അദ്ദേഹം ഞാൻ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ഈ ലൈബ്രറിയും പിന്നെ നമ്മുടെ അപ്പുറത്തെ തിയേറ്ററും ഹാളും ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇങ്ങനെയെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ ഈ കൊല്ലത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ നിന്നുണ്ടായതാണ്. അതിൻ്റെ ഒരു ഏറ്റവും പുതിയ എന്ന് വേണമെങ്കിൽ പറയാം. അധികാലമായിട്ടില്ല. കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോഴത്തേക്ക് ഈ സന്നാഹങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ആകെ ഒരു പക്ഷേ അന്ന് എനിക്ക് തോന്നിയത് ഇപ്പോഴും പരിഹരിക്കാതുള്ളത് ആ ലെവല്. ഞാനൊന്ന് വീണേറ്റ് അടുത്ത കാലത്ത് എണീറ്റതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലെവൽ മാത്രം സൂക്ഷിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊരു ഈ കൊല്ലം എന്ന് പറയുന്ന നഗരത്തോട് ആ ഒരു വ്യക്തിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ കമ്മിറ്റ്മെൻറ്റും സ്നേഹവും അർപ്പണവും ഇതെല്ലാം നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഓർമ്മ വരും. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്, പിന്നെ കൊച്ചിയിലും പിന്നെ കോഴിക്കോട്ടുമൊക്കെ പണമുള്ളവരും ഒക്കെ ഉണ്ട്. അവരാരും ചെയ്തിട്ടില്ലതൊന്നും. അവർക്കൊക്കെ പണമൊക്കെ പിന്നെ ടാക്സ് കൊടുക്കാതെയൊക്കെ കുഴിച്ചിടുകയും അതിനൊക്കെ അമർത്തി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് കാശുകാർ. അവരൊന്നും നല്ലൊരു കാര്യത്തിന് വേണ്ടി പണമൊന്നും ചിലവാക്കത്തില്ല. അപ്പോൾ അങ്ങനെ കൊല്ലത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാനിവിടെ എന്തപ്പോൾ ഓർമ്മിച്ചു പോയത്. അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ പ്രതാപ്, അദ്ദേഹത്തിൻ്റെ സഹോദരനുമുണ്ട്. തീർച്ചയായിട്ടും അവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുൻകൈ എടുക്കും. അതിൻ്റെ ഒരു ലക്ഷണമാണ് അദ്ദേഹം ഇന്ന് ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്, പ്രതാപ്. അവരെല്ലാം ഇവിടെ ഒരു വലിയൊരു സാംസ്കാരിക സംഘടന അടുത്ത കാലത്തുണ്ടായി. ഞാൻ അതിൻ്റെ ഭാഗമാണ്. ശ്രീ നമ്മുടെ ഫാസിയും അസ്രാമം ഫാസിയും ഒക്കെ കൂടെ പിന്നെ എല്ലാവരും എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, അവരെല്ലാം ചേർന്നിട്ട് ഉണ്ടാക്കിയൊരു വലിയൊരു സംഘടനയാണ് വേദി. ഞാൻ മനസ്സിലാക്കിയത് കൊല്ലത്തെ ആസ്വാദകർ വളരെ പിന്നെ ഉത്സാഹത്തോടു കൂടി അതിൻ്റെ അംഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അംഗസംഖ്യ നല്ലൊരു നമ്പറിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയായിരുന്നു, ശ്രീഫാസി പറയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊല്ലത്തെ സംബന്ധിച്ച് ഞാൻ പഴയ ഒരു കൊല്ലത്തുകാരനാണ്. അതുകൊണ്ട് എനിക്കൊരു വളരെ രഹസ്യമായ ഒരു സന്തോഷമുണ്ട് ഇക്കാര്യത്തിൽ. കൊല്ലം ജില്ലക്കാരനാണ് അതിനകത്ത് പറഞ്ഞുകൊണ്ടാണ് അതിപ്പോൾ പോയി പത്തനംതിട്ടയിൽ പോയി. ഞങ്ങളൊക്കെ അന്ന് വിചാരിച്ചപ്പോഴും ജില്ല തിരിച്ച ഒരു പക്ഷേ അടൂരായിരിക്കും പിന്നെ ജില്ലയുടെ തലസ്ഥാനം ഞങ്ങൾ വിചാരിച്ചു. എല്ലാ രീതിയിൽ അടൂരിനാണ് യോഗ്യതയുണ്ടായത്. പക്ഷേ കെ നായർ എന്ന് പറയുന്ന ഒരു പിന്നെ പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം സത്യാഗ്രഹം ഇരുന്നത് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് ആ ഒരു ജില്ല തിരിഞ്ഞത്. ജില്ല തിരിഞ്ഞെങ്കിലും ഞങ്ങളുടെ വായനശാലയിൽ ഞങ്ങളൊക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയ വായനശാലയുണ്ട്. വായനശാലയിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം ഒരു കയ്യെഴുത്ത് മാസിക നടത്തിയിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ലേഖനം ഞാൻ കണ്ട കൊല്ലം എന്ന് പറഞ്ഞൊരു ലേഖനം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് നിന്ന് കൊല്ലത്ത് വന്ന് ഇവിടെ വന്ന് കണ്ട കാഴ്ചകളെല്ലാം കൂടെ ചേർത്ത് അദ്ദേഹം ഒരു ലേഖനം എഴുതി. ഞങ്ങളെല്ലാം അതിങ്ങനെ ഉദ്ധരിക്കുമായിരുന്നു, ഞാൻ കണ്ട കൊല്ലം. അപ്പോൾ അങ്ങനെ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്നൊക്കെ പറയുന്ന പഴയ കാലത്തെ ഒരു ചൊല്ലുണ്ട്. കൊല്ലം ഒരു സമയത്ത് ഇവിടെ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പോലുമായിരുന്നു. ഞാൻ അടുത്ത കാലത്താണ് വായിച്ചത്. സ്വാതിരുന്നാളിൻ്റെ കാലത്താണ് ഇവിടെ നിന്ന് പിന്നെ ഈ കച്ചേരി, അതായത് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ കൊല്ലത്തുനിന്ന് കൊണ്ടുപോയി തിരുവനന്തപുരത്താക്കിയത്. അങ്ങനെ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ കേരളത്തിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നഗരമാണ് കൊല്ലം. അതിലെനിക്ക് അതിശയമൊന്നുമില്ല. അത് വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിലെ ഓരോ ഫോട്ടോഗ്രാഫറെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരുടെ ഒന്നാന്തരം വർക്കാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കാരണം പഴയകാലത്തെ രീതി അല്ല, ഇന്ന് ഫോട്ടോഗ്രാഫിയൊക്കെ മാറി. കാരണം ഒരു ക്യാമറയ്ക്കകത്ത് പിന്നെ ഫിലിം ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ്.
അവിടുത്തെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് എല്ലാം നോക്കി തിരിച്ച് മറിച്ചുമൊക്കെ നോക്കി എല്ലാം കൃത്യമായിട്ട് ചെയ്ത് റിഹേഴ്സ് ചെയ്ത് അവസാനമാണ് എടുക്കുന്നത്. കാരണം ഈ ഫിലിമിന് ഭയങ്കര വിലയാണ്. ഒരടിക്ക് എത്രയോ 100 കണക്കിന് രൂപയുടെ വിലയുണ്ട് ഒരടിക്ക്. അപ്പോൾ നമുക്കിത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നത് വളരെ വളരെ സൂക്ഷിച്ചാണ്. ഈ നമ്മുടെ സ്റ്റിൽ ക്യാമറയിലാണെങ്കിൽ പോലും വളരെ സൂക്ഷിച്ചാണ് ഓരോ ഫ്രെയിം എടുക്കുന്നത്. ആ കാലം കഴിഞ്ഞു പോയി. മിക്കവാറും ആ കാലത്തെടുത്ത പടങ്ങൾ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് വന്നാൽ ഇപ്പോഴേ ക്യാമറ അങ്ങോട്ട് എടുത്തിട്ട് കിടകിടാതെ അടിച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു നഷ്ടബോധവും ഇല്ല എടുക്കുന്ന ആൾക്ക്. അതിൽ നിന്ന് കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇനി മാറ്റി വയ്ക്കാം. പത്രത്തിലേക്ക് അതായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ വളരെ വളരെ എളുപ്പമായിട്ടുണ്ട് ഫോട്ടോഗ്രാഫി. സിനിമാറ്റോഗ്രാഫി പോലെ തന്നെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എങ്കിലും ഇതൊക്കെ പറഞ്ഞാലും ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഒരു നിമിഷമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിനാണ് അവർ പിടിച്ച് ഫ്രീസ് ചെയ്യുന്നത്. അവിടെ ഇരിക്കുകയാണ് ആ നിമിഷം നമുക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ചരിത്രം, ഒരു കഥ പറയുകയാണ്. ആ വ്യക്തികളെ പറ്റി, ആ പ്രകൃതിയെ പറ്റി, ആ സമൂഹത്തെ പറ്റി, ആ കോമ്പസിഷനെ പറ്റി പറയുന്ന ഒരു വലിയൊരു കഥയാണ്. അത് സാധിക്കുക എന്ന് പറയുന്നതാണ് ഒരു ഫോട്ടോഗ്രാഫറുടെ വലിയ വിജയം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു നിമിഷം എടുത്തതിലായിരിക്കും, ഇനി ഒരു സമയം അതിൻ്റെ കോമ്പസിഷന് എടുത്തതിലായിരിക്കും, പിന്നെ അതിൻ്റെ കാലികമായിട്ടുള്ളതിൻ്റെ പ്രസക്തി കൊണ്ടായിരിക്കും ഒക്കെ അതിന് പ്രാധാന്യം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൊല്ലത്ത് ഇതുപോലെ എക്സിബിഷൻ ഇതിനപ്പുറം പോയിട്ട് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ക്യാമ്പുകൾ നടത്തുക, ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ട് എക്സിബിഷൻ നടത്തുകയും അവരുടെ പുതിയ ഫോട്ടോഗ്രാഫർമാരുടെ എക്സിബിഷൻ നടത്തുകയും ഫോട്ടോഗ്രാഫിയെ പറ്റിയുള്ള അത്യാവശ്യം കാര്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകൾ നടത്തുക, ഇതൊക്കെ നല്ലതായിരിക്കും. കാരണം ഇത് പലരും സെൽഫ് ടോട്ടാണ്. ഇപ്പോഴും ഒരു ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഒരു മൂവി ക്യാമറ എടുക്കുന്ന ഉപയോഗമുണ്ട്. ഇപ്പോൾ നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ തന്നെ, അതിൽ സ്റ്റിൽസ് എടുക്കാം, മൂവി എടുക്കാം. ഇപ്പോൾ ശരിക്കും വഴി കാണുന്ന എല്ലാവരും മൂവി മേക്കേഴ്സാണ്, എല്ലാവരും ഡയറക്ടേഴ്സാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊക്കെ പഴയ ആളുകളായിട്ടൊക്കെ സർവൈവ് ചെയ്ത് പോകുന്നുള്ളതേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും സിനിമ എടുക്കാം. ഇപ്പോൾ പണ്ട് പിന്നെ തിരുവനന്തപുരത്ത് IFFK നടക്കുമ്പോൾ അവിടുത്തെ അവരുടെ ഓരോരുത്തരുടെയും തൊഴിൽ ചോദിക്കും ഓരോന്നിനും. അപ്പോൾ അതിന് 90% പേര് ഫിലിം ഡയറക്ടേഴ്സാണ്. കാരണം അവരെല്ലാം ഇച്ചിരി എടുത്തിട്ടുണ്ട് ഇച്ചിരി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഫിലിം ഡയറക്ടറായി. അതുപോലെ ആവരുത് നമ്മൾ. കാരണം ഇത് ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോഗ്രാഫർ ആവുകയില്ല. ഫോട്ടോഗ്രാഫർ അറിയുന്നതിന് മുമ്പ് ആ എക്സ്പോഷറിനെ പറ്റി അറിയണം, എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത് അറിയണം, അതിൻ്റെ ഒരു മോട്ടിവേഷൻ വേണം. അതുകൊണ്ട് എന്താണ് പറയാനുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ട് ആൾക്ക് ബോധം വേണം. ഇതൊക്കെ വളരെ ഇൻറ്റ്യൂഷനായിട്ട് വരുന്നതാണ്. അത് പരിചയം കൊണ്ട് അതിനകത്ത് തുടർച്ചയായിട്ടുള്ള അതിൻ്റെ പ്രാക്ടീസ് കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. നമുക്ക് അടുത്ത നിമിഷം ഇന്നത് നടക്കുന്നു പോകുന്നതെന്നുള്ള ഒരു 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 ധാരണ നമുക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫറൊക്കെ എപ്പോഴും കിട്ടും. പല സ്ഥലത്തും എടുത്ത ഫോട്ടോഗ്രാഫുകൾ കണ്ടറിയാം ആ നിമിഷം. അത് ആലോചിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ആ നിമിഷം അങ്ങ് പോകും. പക്ഷേ ആ നിമിഷം പിടിക്കാനായിട്ട് അതിന് ഇൻറ്റ്യൂഷൻ ഉണ്ടാകും. ആ ഇൻറ്റ്യൂഷൻ ഉണ്ടാകുന്നത് സ്ഥിരമായിട്ട് നമുക്ക് ഈ ഫോട്ടോഗ്രാഫിയോടുള്ള അതിനോടുള്ള നമ്മുടെ അർപ്പണ മനോഭാവം കൊണ്ടും അതിൻ്റെ പ്രാക്ടീസ് കൊണ്ടുമൊക്കെയാണ്. അതൊരു ഒരു 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 പിന്നെ ഒരു ഇതുപോലെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് അതിലൊരു മാസ്റ്ററി വന്നു കഴിയുമ്പോഴാണ് അത് ചെയ്യാൻ കിട്ടുന്നത്. എല്ലാവർക്കും കിട്ടുകയില്ല. അതിന് നിരന്തരമായിട്ടുള്ള അനുശീലനം വേണം, സെൽഫ് ട്രെയിനിങ് വേണം. അതുണ്ടാകുന്ന ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ക്യാമറ എടുത്ത് വെച്ചിട്ട് പടം എടുത്ത് ഡെവലപ്പ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാൻ ഒന്നും പോകണ്ട. ഉടനെ പടം കാണാം. കൊച്ചു കുട്ടികളൊക്കെ നമ്മൾ പല കല്യാണത്തിനൊക്കെ പോയിരിക്കുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ നിരന്തരം അവിടെ നിന്ന് പടം എടുക്കുന്നതാണ്. ഞാൻ 1-2 കുട്ടികളെ വിളിച്ചു, അവരെന്ത് എടുത്തിരിക്കുന്നത് നോക്കി. നല്ല ഒന്നാം തരം കോമ്പസിഷനിൽ നല്ല ഭംഗിയായിട്ടാണ് അവർ പടം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ കൊച്ചുകുട്ടികളായിരിക്കും അവർ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു പടം കോമ്പസ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങളുള്ള ഇന്ന് നമുക്കിതിനെ കൂടുതൽ ഒരു കലയാക്കി വളരെ മറ്റു കലകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉയർന്നൊരു കലാരൂപമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. അതിൽ ഈ പ്രസ് ക്ലബിൻ്റെ ഈ ഉദ്യമത്തിന് പ്രത്യേകം ഞാൻ കൊല്ലത്തെ പ്രസ് ക്ലബിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് നല്ലൊരു സംരംഭമാണെന്നുള്ളതുകൊണ്ട് ഞാനൊരു സംശയമില്ലാതെ വരാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ കുറേ ആളായിട്ട് യാത്ര ചെയ്യാറില്ല. കാരണം നല്ലൊരു വീഴ്ചയൊക്കെ വീണ് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ വരാനൊരു താല്പര്യം ഉണ്ടായത് ഞങ്ങൾ ഈ പ്രസ് ക്ലബ്ബിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായില്ല. ഇതിനെ തുടർന്ന് കൂടുതൽ നല്ല കാര്യങ്ങൾ
ഇവിടെ വന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ എനിക്ക് തോന്നി ഈ സ്ഥലം മൊത്തം പരിഷ്കരിച്ചിരിക്കുന്നു, നന്നാക്കിയിരിക്കുന്നു. നല്ല ഏതൊരു ആർട്ട് ഗാലറി കൊട്ടി ഇവിടുത്തെ ലൈറ്റിങ്ങിൽ അതിലെല്ലാ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഇതൊരു വളരെ നല്ല കാര്യമായി. ഇതിനകത്ത് പിന്നെ താല്പര്യമെടുത്തവരും പ്രവർത്തിച്ചവരായ ഓരോരുത്തരും ഞാൻ അഭിനന്ദിക്കുന്നു. നമസ്കാരം.